സാർ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കാനും അത് ഫോളോ ചെയ്യാനുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കും, ഭയങ്കര ഉത്സാഹത്തോടെ ഉണ്ടാക്കും, 1-2 ദിവസം ഫോളോ ചെയ്യും, പിന്നെ അതൊക്കെ നിർത്തും. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഡെയിലി ടൈം ടേബിൾ എടുത്തിട്ട് അത് ഞാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം എങ്ങനെയൊക്കെ ടൈം ടേബിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മാത്രമല്ല ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴുള്ള ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ദിവസത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ടൈം ടേബിളാണ്. അപ്പോൾ രാവിലെ ഞാൻ ലേറ്റായിട്ട് എണീക്കുക കേട്ടോ, വൈദവേ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുക. ഓക്കെ, അപ്പോൾ 2-3 മണിയൊക്കെ കഴിയും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെയാണ് വർക്ക് തീരുക. അപ്പോൾ ലേറ്റായിട്ട് എണീക്കും, മേ ബി ഒരു 8:30, 9 ഒക്കെ ആവും. ചിലപ്പോൾ അതും കഴിയും ചില ദിവസങ്ങൾ എണീക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഞാൻ നെറ്റ്ഫ്ലിക്സ് കാണും. അപ്പോൾ ഓരോ ടൈം സ്ലോട്ടുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ടൈം ടേബിൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈം ടേബിൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നതല്ല, മിനിമം ഒരു ദിവസം മുൻപ് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അന്ന് രാവിലെ എനിക്ക് ഉണ്ടാക്കിയാൽ നടക്കില്ല, മാത്രമല്ല ഉണ്ടാക്കാനൊക്കെ മടിയായിരിക്കും. അപ്പോൾ മിനിമം ഒരു ദിവസം മുൻപായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസത്തിൻ്റെയൊക്കെ ഒരുമിച്ചായിരിക്കും ഉണ്ടാക്കാം. ഓക്കെ, ആ രീതിയിലാണ് ടൈം ടേബിൾ ഉണ്ടാവും. ഒബ്വിയസ്ലി ഈ ടൈം ടേബിൾ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല, നിങ്ങൾക്കും ഒരേപോലെ ആവരുത്. എല്ലാ ദിവസവും ഒരേപോലെ ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. കാരണം പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വൈകുന്നേരം 5 മണി 6 മണി വരെ സ്റ്റഡി, 6 മുതൽ 7 മണി വരെ വേറെ എന്തെങ്കിലും പ്ലേ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? എല്ലാ ദിവസവും നിങ്ങൾ വെറുതെ സ്റ്റഡി എന്ന് കൊടുത്താൽ എങ്ങനെ വർക്ക് ചെയ്യുക? എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ സമയത്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും? ഇല്ല, ഒരു ദിവസം ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. മാത്രമല്ല എന്ത് നിങ്ങൾ സ്റ്റഡി ചെയ്യും? വെറുതെ സ്റ്റഡി എന്ന് കൊടുത്താൽ ഒരു ഗോളില്ലാണ്ട് നിങ്ങളത് ചെയ്യില്ല. അപ്പോൾ സ്പെസിഫിക് ആയിരിക്കണം. എന്താണോ കാര്യം ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് ആയിരിക്കും. മാത്സിലെ ഇന്ന ചാപ്റ്റർ ഇന്ന ഭാഗം സ്റ്റഡി ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ഹോംവർക്ക് ചെയ്യും, പ്ലസ് ഞാൻ എന്ത് ചെയ്യും, സോഷ്യലിൻ്റെ ഇന്ന ഭാഗം റിവിഷൻ ചെയ്യും. അത് സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ ടൈം ടേബിളിലും എല്ലാം സ്പെസിഫിക് ആണ്. ഞാൻ ഒരിക്കലും വെറുതെ എന്തെങ്കിലും കൊടുത്തിട്ടൊന്നുമില്ല. ഓക്കെ, വെറുതെ വീഡിയോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ എന്ത് ചെയ്യാൻ കൊടുത്തില്ല, എല്ലാം സ്പെസിഫിക് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളം സ്പെസിഫിക് ആകാൻ പറ്റുമോ അത്രത്തോളം സ്പെസിഫിക് ആവുക. ഫോർ എക്സാമ്പിൾ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് നെറ്റ്ഫ്ലിക്സ് ഞാൻ എന്തൊക്കെ അതിൽ ചെയ്യുമോ ചെയ്യും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിക്കുകയല്ല ചെയ്യാം. നിങ്ങളൊക്കെ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നെറ്റ്ഫ്ലിക്സോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാനത് കൊടുക്കണം. ഓക്കെ, കാരണം എത്രത്തോളം സ്പെസിഫിസിറ്റി അതിൽ കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം കൊണ്ടുവരും. ഇതിലും കൂടുതലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ടൈം ടേബിൾ നേരത്തെ ഉണ്ടാക്കണം. അത് വളരെ സ്റ്റാൻഡേർഡൈസ് ടൈം ടേബിൾ ആയി പോകരുത്. നിങ്ങൾക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കണം ആ ടൈം ടേബിളിനുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിക്കോ. ഓക്കെ, ആരോ എന്തോ പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താണോ അന്ന് വൈകുന്നേരം ചെയ്യേണ്ടത് അത് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്കന്ന് ഫുൾ ടൈം കളിക്കണമാണോ, ഗെയിം കളിക്കണമെന്നാണോ, നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിക്കോ. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നുള്ള ബോധം നിങ്ങളുടെ മനസ്സിൽ വരണം. മനസ്സിലായില്ലേ? ഞാൻ ഫുൾ ടൈം കളിക്കാൻ പോവാണ്. ഇന്ന് ഫുൾ ടൈം 5 മണി മുതൽ 6 മണി വരെ ഇന്ന ഗെയിം കളിക്കും, 6 മണി മുതൽ 7 മണി ഫിഫ കളിക്കും, 7 മണി മുതൽ ഗോഡ് ഓഫ് വാർ കളിക്കും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണം, ഇത് മാത്രം ഞാൻ ചെയ്താൽ ഞാൻ എന്തായാലും ഫുൾ A+ വാങ്ങാൻ പോലെ, എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗെയിമറാവും, ഭാഗ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. നിങ്ങളെന്താണോ പ്ലാൻ ചെയ്തത്, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കണം. പക്ഷേ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് ഒബ്വിയസ്ലി നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് അടിക്കുക, ഇത് കഴിഞ്ഞാൽ ഇത് ടിക്ക് അടിക്കുക. അപ്പോൾ മനസ്സിന് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. 2 ടിക്ക് വീണു, വൈകുന്നേരം ആകുമ്പോൾ ഫുൾ ടിക്ക്. അപ്പോൾ അതൊക്കെ ആക്ച്വലി വർക്ക് ചെയ്യുന്നതാണ്. എന്നെപ്പോലെ ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്ക് വരെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വർക്ക്, മനസ്സിലല്ലേ? അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പണി പറഞ്ഞാൽ ടിക്ക് അടിക്കുന്നു, മനസ്സിലല്ലേ? ഇത് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും നോക്കിക്കോ, ഇതിപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്ക് അലൻ സാർ പെട്ടെന്ന് വന്നു. അലൻ സാർ പറഞ്ഞു, നമുക്ക് ഇവിടെ നമുക്ക് ടൗണിൽ പോയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അത് അർജൻറ്റായിട്ട് ചെയ്യേണ്ടതാണ്, പെട്ടെന്നാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഈ പ്ലാൻ തെറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, അപ്പോൾ ഫുൾ ടൈം ടേബിളൊക്കെ മണ്ടത്തരായിപ്പോയി, ഞാൻ എങ്ങനെ ചെയ്യുന്നത്, വലിയ കാര്യമുണ്ടോ, അതുകൊണ്ടോ ഓരോ കാര്യങ്ങൾ അപ്പം വരികയല്ലേ എന്ന് ഞാൻ വിചാരിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അപ്പോൾ തന്നെ ടൈം ടേബിൾ ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യും? ഓടിപ്പോയി ടൈം ടേബിളിൽ ഞാൻ എന്ത് ചെയ്യും? ടൗൺ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടും അതിനനുസരിച്ച് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും? ഒന്ന് ടൈം ടേബിളിനനുസരിച്ച് ഈ സാധനങ്ങളെ പിടിച്ചിട്ട് ഇവിടേക്ക് വിടും, ഈ സാധനങ്ങൾ പിടിച്ച് വിടും. അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങൾ, എക്സ്പെരിമെൻറ്റ് വീഡിയോ അന്ന് വേണ്ട, നാളത്തേക്ക് മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് പെൻഡിങ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കും. എൻ്റെ ആ പെൻഡിങ്ങിലിടും. പെൻഡിങ് എന്ന് പറഞ്ഞ ലിസ്റ്റ് തന്നെ വേറെ ലിസ്റ്റാണ്, വലിയ തന്നെ ലിസ്റ്റാണ്. പക്ഷേ ഞാൻ പെൻഡിങ്ങിലിടുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണ്? എനിക്ക് ഈ ഒരു കാര്യങ്ങളാണ് പ്രയോറിറ്റി കുറഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇറ്റ് ഇസ് ഓക്കെ, എനിക്ക് മെല്ലെ ചെയ്താൽ മതി. അപ്പോൾ ടൈം ടേബിൾ എന്താണ്? മാല്യബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. കാരണം നമ്മുടെ ലൈഫിൽ എന്താണ് ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് വരും. അപ്പോൾ അതിനനുസരിച്ച് ടൈം ടേബിൾ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ കാര്യത്തിൽ പഠനമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഗെയിം ആയിരിക്കും, വാട്ടവർ. പഠനം ഗെയിം മാത്രമല്ല വേറെ കുറേ ലൈഫിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ലെറ്റ്സ് സേ ഒരു കാര്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് 1:30 കഴിഞ്ഞില്ല, 2 മണിയാകാൻ കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അപ്പം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതുന്നതിനേക്കാളും എഫക്റ്റീവ് നിങ്ങൾ ഫോണും അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടറൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഓവറായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് വേഗം മാറ്റും. ഞാനൊക്കെ അങ്ങനെ ഉപയോഗിക്കാറ്. ബുക്കിലും അല്ലെങ്കിൽ ഫോണിലൊക്കെ എഴുതി കഴിഞ്ഞാൽ, പേപ്പറിലൊക്കെ എഴുതി കഴിഞ്ഞാൽ മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഡിജിറ്റൽ സാധനം ഉപയോഗിക്കാം ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് മാറിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് അവസാനമാകുമ്പോൾ അറ്റ് എനി കോസ്റ്റ് ഇത് മൊത്തം ടിക്കായിരിക്കണം. ടിക്കായില്ലെങ്കിൽ അത് പെൻഡിങ്ങിലേക്ക് മാറ്റാം. ഈ രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും ഫോളോ ചെയ്ത് വന്നാൽ അപ്പം നിങ്ങൾ തന്നെ അത് മാറ്റണം. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, ഒരു ദിവസം ഉണ്ടാക്കി അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ലൈറ്റായിട്ട് ഉണ്ടാക്കുക. നിങ്ങളെന്തിനാ ഇത്രയും കഷ്ടപ്പെടുത്തിട്ടുണ്ടാക്കുന്നത്? നിങ്ങൾ ലൈറ്റായിട്ട്, നിങ്ങൾക്ക് അറിയാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. 1-2 ദിവസത്തിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും എനിക്ക് ഇത്രയൊന്നും പറ്റില്ല, അപ്പോൾ കുറയ്ക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ടൈം ടേബിളിന്. നിങ്ങൾ ടൈം ടേബിളിന് അഡാപ്റ്റ് ചെയ്യണം കുറേയൊക്കെ, പക്ഷേ ടൈം ടേബിൾ നിങ്ങളോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരു അടിപൊളി ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, സാർ ഇതൊക്കെ എന്തിനാന്നാലിപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞുതരാം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്? ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് ഈസിയാവും. അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെ ഓരോ സമയത്ത് 9 മണിക്ക് എന്ത് ചെയ്യണം, 10 മണിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഞാൻ തന്നെ നേരത്തെ ഡിസൈഡ് ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഡിസിഷന് വേണ്ടിയിട്ട് എനിക്ക് മെൻ്റൽ എഫേർട്ട് എനിക്ക് കുറഞ്ഞു കിട്ടും. ഞാൻ അത്ര നേരം ആലോചിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ മനസ്സിന് ഞാൻ വെറുതെ ഇങ്ങനെ തല ഇങ്ങനെ പുകയ്ക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ഞാൻ തന്നെ പ്ലാൻ ചെയ്ത സാധനമുണ്ട്, എനിക്ക് അത് ചെയ്താൽ മതി. അപ്പോൾ ആ ഡിസിഷൻ്റെ സമയം പോവില്ല, അതിനിടയ്ക്ക് ഇരുന്ന് എഫേർട്ടും ഉണ്ടാവില്ല. ഓക്കെ, മാത്രമല്ല പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. ഈ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ഞാൻ എഴുതി വെച്ചാൽ ഞാനും മറന്നു പോകും. അപ്പോൾ അത് മണ്ടത്തരായിപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് അറിയാം. മാത്രമല്ല എനിക്ക് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ആരുമല്ല, ഞാൻ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രണ്ടാമത്തേത് റെഡ്യൂസ് മെൻ്റൽ ക്ലട്ടർ. അപ്പം മെൻ്റൽ എഫേർട്ട് കുറഞ്ഞു കിട്ടും, മാത്രമല്ല മെൻ്റൽ ക്ലട്ടർ കുറഞ്ഞു കിട്ടും. കാരണം പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് ടൈം ടേബിളൊന്നും ഇല്ല, എൻ്റെ മനസ്സിൽ എന്താണ് കുറേ കാര്യമുണ്ട്, മീറ്റിംഗ് ഉണ്ട്, മറ്റേ ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ മറ്റേ വീഡിയോ എടുക്കാണ്ട്, എക്സ്പെരിമെൻറ്റ് വീഡിയോ, അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു മെൻ്റലി എന്താ കുറേ ക്ലട്ടേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു ബോധത്തിലായിരിക്കും. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഒന്നും ചെയ്യാൻ തോന്നില്ല. നിങ്ങൾക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടാവും, മറ്റേ പഠിക്കണം, ഇത് പഠിക്കണം, ഈ കല്യാണത്തിൻ്റെ ഇതിന് പോകണമല്ലോ, പിന്നെ മറ്റേന്തോ സ്കൂളിലെന്തോ ഹോംവർക്ക് ചെയ്യണം, പിന്നെ പ്രൊജക്റ്റ് ചെയ്യണം, അത് ചെയ്യണം എന്ന് കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒന്നും നിങ്ങൾ ചെയ്യില്ല, ഇതിനെ ചെയ്യുന്ന പിന്നെ ചെയ്യാം, എല്ലാം കൂടെ പിന്നെ ചെയ്യാം, ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് പരിപാടിയും കൂടെ നിർത്തും. അതൊരു വലിയ ഇഷ്യൂ ആണ്. അതിനെ സോൾവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം ഇന്ന ടൈമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൊടുത്താൽ ഇതിൽ ചെയ്യാൻ പറ്റാത്തൊന്നും കൊടുക്കണ്ട, ഇന്ന ടൈമിൽ ഇത് ചെയ്യുന്നു, അത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കഴിഞ്ഞു. പ്രൊജക്റ്റ് നാളെ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന് ചെയ്യാൻ പറ്റില്ല, തീർന്നു. മനസ്സിലായി? അപ്പോൾ ആ സാധനം കുറഞ്ഞു കിട്ടും. മൂന്നാമത്തെ കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് എന്താണ് ഓരോ ചെക്ക് ബോക്സും ഇങ്ങനെ ടിക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അതും നിങ്ങൾക്ക് കിട്ടും. മറ്റേത് വെറുതെ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യുക എന്താ, അയ്യോ എന്തൊക്കെയോ ചെയ്യാണ്ടായിരുന്നു ഫീൽ ചെയ്യും. ഇത് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കി നിങ്ങളത് ചെയ്തു, അന്നത്തെ പണി നിങ്ങൾ ചെയ്തു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ നന്നായല്ല, ഈ ടൈം ടേബിളിൽ നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഈ ബെനിഫിറ്റ്സ് കിട്ടും. അതിലൊരു സംശയമില്ല. ഈ ബെനിഫിറ്റ്സ് ഒരു ലോങ് ടേമിലേക്ക് കിട്ടിയാൽ പഠനം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല. ജീവിതവും കുറച്ചും കൂടി സിമ്പിളായിരിക്കും, കുറച്ചുകൂടി സന്തോഷം നിറഞ്ഞതായിരിക്കും. ഒന്ന് ചെയ്തു നോക്കുക, അതിന് ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഞാനിത് പറഞ്ഞതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തു തുടങ്ങിയതല്ല, കുറച്ച് നാൾ മുമ്പ് ചെയ്തു തുടങ്ങിയാൽ എൻ്റെ ലൈഫ് തന്നെ കുറേ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫും തീർച്ചയായിട്ടും മാറും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ.